പൊന്നടാവ് എന്നാ പടമാണത്. ഇന്നലെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു അതൊന്ന് കാണുമെന്ന് പറഞ്ഞു. ഞാൻ സത്യത്തിൽ ലാംഗ്വേജ് അറിയത്തില്ല, ഹിന്ദിയല്ലേ, ടിപ്പിക്കൽ ഫിലിം ആയിരിക്കുമെന്ന് കരുതിയ. സത്യത്തിൽ ഇന്നലെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ OTTയിൽ റിലീസായി നമ്മുടെ മദർ ടങ് മലയാളം ലാംഗ്വേജിൽ. ഞാൻ കില്ലൊന്ന് കണ്ടു. എൻ്റെ ദൈവമേ എന്നെ പടം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ എക്സ്പെക്റ്റ് ചെയ്തല്ലോ. ഞാൻ ഓൺ ദ സ്പോട്ടിൽ തന്നെ എൻ്റെ എന്തുവാ എൻ്റെ ഫയലിലോട്ട് സേവ് ചെയ്ത് വെച്ചു ഫിലിം. എൻ്റെ പൊന്ന് എന്നെ പടം പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. സെൻസറോട് പറയുന്നത് ഒരു 10-18 ഞാൻ ഇത് മൈഷോയിലൊക്കെ കണ്ടായിരുന്നു. പക്ഷേ ടിപ്പിക്കൽ ഹിന്ദി ഫിലിംസ് ഇത് എന്നൊക്കെ വയലൻസ് എന്നൊക്കെ പറഞ്ഞ് ഞാനതങ്ങ് വിട്ടു. പക്ഷേ ഇത് എന്തുവാടാ, വെറും 1 മണിക്കൂർ ഇത്ര 55 മിനിറ്റ് അങ്ങോട്ടേ ഉള്ളൂ. ഒരു വലിയ കഥയും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ബേസ്ഡ് ഒരു യഥാർത്ഥത്തിൽ നടന്ന ഒരു കാര്യം എന്നങ്ങോട്ട് പറയുന്നത് കേട്ടും. ഓക്കെ, നമുക്ക് സബ്ജക്റ്റിലോട്ട് പറയാം. 59 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. എന്നാ പരിപാടിയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇന്നത്തെ വയലൻസ് എന്ന് പറഞ്ഞാൽ എന്നാ വയലൻസ്. ജോൺവിക്കൊക്കെ ഏതോ ഒരു സുഹൃത്ത് പറയുന്നത് കേട്ടു. ഇത് ശരിയാണോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. ജോൺ വിക്കിൻ്റെ ഫ്രാഞ്ചൈസി അവർ ഈ സിനിമ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. അല്ല, എത്രത്തോളം വാസ്തവ ഉണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. ഓക്കെ, അല്ല അത് വാസ്തവ ഉണ്ടോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ വിഷയം. പക്ഷേ എന്നെ സംബന്ധിച്ചതെന്ന് പറഞ്ഞാൽ ആ ഫ്രാഞ്ചൈസി അവരെടുക്കുവാണെങ്കിൽ, ഈ ഫ്രാഞ്ചൈസി ഇവരെടുക്കുവാണെങ്കിൽ, ജോൺ വിക്കിൻ്റെ ഫ്രാഞ്ചൈസി അവരാണെങ്കിൽ അഡോപ്ഷൻ ചെയ്യുവാണെങ്കിലും അവർക്ക് ചെയ്യാനുള്ളതുണ്ട്. എൻ്റെ പൊന്നോ എന്നെ ഫിലിമാണ് ഇത്. എന്നെ സംബന്ധിച്ച് ലൈഫ് ലോങ് ഈ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത സിനിമയുടെ ലിസ്റ്റിൽ ഒന്നായിരുന്നു ഇത്. എനിക്ക് വയലൻസ് എന്ന് പറഞ്ഞ ഇത്രത്തോളം എന്നെ തൃപ്തികരമാക്കിയ വയലൻസ്. ഞാൻ ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഓണാക്കിയിട്ട് നൈറ്റിലിരുന്നായിരുന്നു കണ്ടത്. ഇന്നലെ മലയാളത്തിലാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡബ്ബിങ്ങും ഒക്കെ ആയിരുന്നു. എന്നാ പടമാണ്. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്നേ ഉള്ളൂ, നിങ്ങൾ ഒരു സിനിമ സ്നേഹിയാണെങ്കിൽ, സിനിമ സ്നേഹി എന്നൊന്നും വേണ്ട, ഒരു ഇന്ത്യൻ സിനിമയുടെ വേറൊരു ലെവല്. കാരണം ടിപ്പിക്കൽ ഹിന്ദി സിനിമയുടെ ഒരു സ്റ്റൈലല്ല അത് വേറൊരു പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ ഇന്നലെ തന്നെ സ്പോട്ടിൽ 2 തവണ ആ ഫിലിം കണ്ട ഉടനെ തന്നെ 2 തവണ. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ പൊതുവിൽ എനിക്ക് പറയാനുള്ളത്, കൊച്ചു കുട്ടികൾ അല്ലെങ്കിൽ 10-20 വയസ്സിന് താഴെയുള്ളവർ കാണാതിരിക്കുന്നതായാലും ബെറ്റർ. പിന്നെ അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്, എൻ്റെ സർട്ടിഫിക്കറ്റിൽ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, ഹൃദയ സംബന്ധമായിട്ടുള്ള ആൾക്കാർ ഇത് കാണല്ലേ. അത് പറയുന്നതിന് കാര്യമുണ്ട്. ഇന്നത്തെ പല സീക്വൻസൊക്കെ എനിക്ക് വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് ഒക്കെ വരും. എൻ്റെ പൊന്നോ, പറ്റുമെങ്കിൽ നിങ്ങൾ OTT ഇപ്പം അവൈലബിൾ ആണ് ഡിസ്നിയിൽ, ഹോട്ട്സ്റ്റാറിലോട്ട്. എൻ്റെ പൊന്നോ, മാക്സിമം പോയി കാണുക. മാക്സിമം തിയേറ്റർ മിസ്സായതിൻ്റെ ഒരു ഓക്കെ. എനിവേ, ബ്ലോഗ്സ് സൈനിങ് ഔട്ട്. ഏതായാലും മലയാളത്തെങ്കിലും ഒന്ന് കാണാൻ പറ്റിയല്ലോ. എനിക്ക് പറ്റിയ ഒരു അബദ്ധങ്ങളിലൊന്ന്, ഈ വർഷം സിനിമ കാണാത്തത് എനിക്ക് പറ്റിയ അബദ്ധങ്ങളിലൊന്ന് അത് ഈ കില്ലാണ്. അത് തിയേറ്റർ കിട്ടിയ ഒരു എക്സ്പീരിയൻസ്. തിയേറ്ററിൽ ഉണ്ടായിരുന്നവന്മാർ അമ്മമാരെല്ലാം ലക്കുള്ളവന്മാർ.